മലയാള നാടകരംഗത്തും സിനിമാ രംഗത്തും ഒരുപോലെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ശ്രീ തോപ്പിൽ ഭാസിയെ ഇന്ന് നമുക്ക് കാണാം. നാടകരംഗത്തും പിന്നീട് സിനിമാ രംഗത്തും പ്രവേശിക്കാൻ എന്താ കാരണം? എനിക്കിപ്പോൾ 63 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ 23ാമത്തെ വയസ്സ് മുതലാണ് ഞാൻ നാടക, സിനിമ, കലാപ്രവർത്തനങ്ങളിൽ ഏതാണ്ടൊരു മുഴുവൻ സമയക്കാരനെ പോലെ പ്രവർത്തിച്ചു തുടങ്ങിയത്. പക്ഷേ എൻ്റെ ഈ കലാപ്രവർത്തനം തുടങ്ങുന്നതിന് ചെറിയൊരു പശ്ചാത്തലമുണ്ട്. 18ാമത്തെ വയസ്സ് മുതൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ആദ്യം കോൺഗ്രസ്സിലും 1948 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരിക്കുന്ന കാലത്ത് പാർട്ടി നിരോധിക്കപ്പെട്ടു. അന്ന് പ്രമാദമായ ഒരു കൊലക്കേസിൽ പ്രതിയായി 5 കൊല്ലം ഒളിവിൽ കഴിയേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായി. ഈ 5 കൊല്ലത്തെ ജീവിതത്തിനിടയിലാണ് ഞാൻ എൻ്റെ കലാപ്രവർത്തനം തുടങ്ങുന്നത്. വൈവിധ്യമാർന്ന ജീവിതചര്യകളും പലതരത്തിലുള്ള ആളുകളുമായിട്ടുള്ള പരിചയവും ഒക്കെ കൂടെ ഒരു കലാകാരനുണ്ടാകേണ്ട വൈകാരികമായ ചില ഭാവങ്ങളിൽ ഉണർത്തുകയുണ്ടായി. അങ്ങനെ അന്ന് ഒളിവിലിരുന്ന കാലത്ത് ചില ഏകാംഗങ്ങളും ചെറുകഥകളും എഴുതിയ കൂട്ടത്തിലാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകം എഴുതിയത്. ആ നാടകം എഴുതി അത് പ്രിൻ്റ് ചെയ്ത് പുറത്തു വന്ന് അധികം താമസിയാതെ ഞാൻ ലോക്കപ്പിലായി, ജയിലിലായി. ഞാൻ ലോക്കപ്പിൽ കിടക്കുമ്പോൾ തന്നെ ആ നാടകം പുറത്ത് അവതരിപ്പിക്കാൻ തുടങ്ങി. അത് വളരെയധികം പ്രശംസ പിടിച്ചുപറ്റി. ഇപ്പോൾ ഏതാണ്ട് 4000-ലധികം സ്റ്റേജുകളിൽ ആ നാടകം വന്നു കഴിഞ്ഞു. ഇപ്പോഴും അത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് കലയിലേക്കുള്ള എൻ്റെ പ്രവേശനം. ഈ പുറത്തു വന്നതിന് ശേഷവും എൻ്റെ നാടക സമിതിയുമായിട്ടുള്ള ബന്ധവും ഒക്കെ കാരണം തുടർച്ചയായിട്ടും എനിക്ക് നാടകങ്ങൾ എഴുതേണ്ടതായിട്ട് വന്നു. അങ്ങനെ എഴുതിയതിൽ പ്രധാനപ്പെട്ട നാടകങ്ങളാണ് സർവേക്കല്ല്, മുടിയനായ പുത്രൻ, മൂലധനം, പുതിയ ആകാശം പുതിയ ഭൂമി, അശ്വമേധം, ശരശയ്യ, തുലാഭാരം, കൂട്ടുകുടുംബം, ഇന്നലെ ഇന്ന് നാളെ, സൂക്ഷിക്കുക ഇടതുവശം പോവുക, മൃച്ഛകടികം, പാഞ്ചാലി, ശാകുന്തളം, രജനി. ഏറ്റവും ഒടുവിലത്തെ നാടകമാണ് രജനി. മൊത്തത്തിൽ ഞാനൊരു 17 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിനിടയിൽ 1954 മുടിയനായ പുത്രൻ സിനിമയാക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി രാമു കാര്യാട്ട് എന്നെ സമീപിക്കുന്നത്. അന്ന് മുതലാണ് സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. എൻ്റെ ആദ്യത്തെ സിനിമ മുടിയനായ പുത്രനാണ്. അതിന് സിൽവർ മെഡൽ വരെ കിട്ടുകയുണ്ടായ പ്രസിഡൻറ്റിൻ്റെ. വളരെ പ്രശസ്തമായ ഒരു സിനിമയാണത്. ആ കൊല്ലം തന്നെ എൻ്റെ മറ്റൊരു നാടകമായ പുതിയ ആകാശം പുതിയ ഭൂമി എന്നുള്ളതും പിക്ചറാക്കി.
നാഗമടകൾക്കപ്പുറത്ത് നാഗമടയ്ക്കപ്പുറത്ത് നാളൂരി വെട്ടം കൊണ്ട് കുരുതിയോത്ത് കണ്ടാലഴകുള്ള കതിർമുടിയുണ്ടേ ചുണ്ടപ്പൂവെഴുതിയ തൊടുമിഴിയുണ്ടേ കവിളോനെ കണ്ടുണരോ വയലമ്മേ ചെത്തിമലർമാലയുണ്ടേ ചെമ്പട്ടു കച്ചയുണ്ടേ ചേലുള്ള ചെമ്പൊന്നിൻ പരിചയുണ്ടേ കത്തിനെയും നരിയേയും കരിനാഗത്താനേ ഒത്തിലൊളിപ്പിക്കും പൊന്നുടവാളുണ്ടേ കവിളോനെ കണ്ടുണരോ വയലമ്മേ. നാടകത്തിനും സിനിമയ്ക്കും തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം സിനിമ ഒരു പക്ഷേ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അക്കാലത്തും ഇക്കാലത്തും കൂടുതൽ ആദായകരമായ ഒരു മാർഗമാണെങ്കിലും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കല നാടകമാണ്. അതിന് ദീർഘമായി പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിലും ചുരുങ്ങിയ വാചകങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാൻ മൊത്തം 17 നാടകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ മൊത്തം എഴുതിയിട്ടുള്ള സിനിമാ സ്ക്രിപ്റ്റുകൾ 75-നും 100-നും ഇടയ്ക്കാണ്. എത്രയെന്ന് മുഴുവനും ഒന്നും എനിക്ക് ഓർമ്മയില്ല. 75-ന് മേലാണെന്നറിയാം, 100-ന് താഴെയുമായിരിക്കും. അപ്പോൾ ഒരു നാടകത്തിൻ്റെ പ്രവർത്തനവും സിനിമയുടെ പ്രവർത്തനവും തമ്മിൽ ഇത്രത്തോളം ഗൗരവവും ഇല്ലായ്മയും ഉണ്ട്. ഇപ്പോൾ നാടകത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു കലാമാധ്യമം എന്നുള്ള നിലയിൽ സിനിമയേക്കാൾ കൂടുതൽ അത് ജനങ്ങളിൽ സ്വാധീനം ചെലുത്തും. കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ സിനിമ ജീവത്തായ ഒരു കലയല്ല, അത് നിഴലാണ്, നിഴലും വെളിച്ചവുമാണ്. എന്നാൽ നാടകം അങ്ങനെയല്ല. ജീവനുള്ള മനുഷ്യനെ, രക്തവും മാംസവും മജ്ജയും വികാരങ്ങളുമുള്ള മനുഷ്യനെ നേരിട്ട് സദസ്സ് കാണുകയാണ്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ സിനിമയും നാടകവും തമ്മിൽ താരതമ്യപ്പെടുത്താനേ സാധ്യമല്ല. അത്രത്തോളം മഹത്തായ ഒരു കലയാണ് നാടകം. ഇതിനിടയിൽ നാടകങ്ങൾ 10-18 എഴുതി, 10-75 സിനിമാ സ്ക്രിപ്റ്റ് എഴുതിയെങ്കിലും 17 സിനിമകൾ ഞാൻ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ് ശരശയ്യ. മറ്റ് ഏണിപ്പടികൾ തുടങ്ങിയിട്ടുള്ള മറ്റ് ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പടങ്ങൾക്കെല്ലാം വലിയ സ്വീകരണങ്ങളുണ്ടായിട്ടുണ്ട്. സെക്രട്ടറി ആകുമ്പോൾ സ്വാമിയുടെ കാര്യം കൂടി ഓർത്തണം കേട്ടോ. സ്വാമിക്ക് പെൻഷൻ ഇല്ലയോ? ചീഫ് സെക്രട്ടറി ആയതിനു ശേഷമേ ഹരിയർക്ക് പെൻഷൻ ഉള്ളൂ. അപ്പൊ മാതയമ്പിള്ളക്ക് സമ്മാനം ഒന്നുമില്ലാവോ? അണ്ണൻ എന്ത് വേണം കേട്ടോ സ്വാമി? ഇപ്പൊ ഞാൻ അണ്ണനാണ്. നോക്കൂ തങ്ങമ്മേ, പിള്ള അടുത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം കാണും. അതിന് വിരഹം വിരഹം എന്ന് സംസ്കൃതത്തിൽ പറയും. കേശവയുടെ നക്ഷത്രം എന്താണ്? രേവതി. ഇവര് ജാതകപ്പൊരുത്തം വരെ നോക്കി വെച്ചിരിക്കുന്നു സ്വാമി. കൈ നോക്കട്ടെ. ഒറ്റടി കേസമാണ്. ഈ കാലഘട്ടത്തിൽ തന്നെ കല്യാണവും നടക്കും. തരി അത് സ്വാമി പറയാതെ ഞങ്ങൾക്കറിയാം. ഭാര്യാസ്ഥാനം കൊണ്ടാണ് ഉയർച്ച. എന്നാൽ ഞാൻ യാത്ര ചെയ്യും. ഈ 17 സിനിമ സംവിധാനം ചെയ്യുകയും 2 സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് SK നായരും ഞാനും കൂടെ ചേർന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന കഥ.
മറ്റൊന്ന് എൻ്റെ തന്നെ ഒരു നാടകമായ സർവേക്കല്ല്. ഇത് രണ്ടും ഞാൻ പ്രൊഡ്യൂസ് ചെയ്തതാണ്. ആദ്യത്തേത് SK യുമായി ചേർന്നും മറ്റത് ഞാൻ തനിച്ചും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് കലയുമായി ബന്ധപ്പെട്ട് എനിക്കുള്ളത്. പക്ഷേ എക്കാലത്തും ഒരു നാടകകാരൻ എന്നുള്ളതിനേക്കാളും ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ളതിനേക്കാളും ഞാൻ രാഷ്ട്രീയത്തിന് മുൻതൂക്കവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ നാടകമെഴുത്തും സിനിമ എഴുത്തും സിനിമാ സംവിധാനവും ചെയ്യുന്നതിനിടയിൽ പാർട്ടി പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട 2 പ്രാവശ്യം ഞാൻ നിയമസഭാ മെമ്പറായിരുന്നിട്ടുണ്ട്, MLA ആയിരുന്നിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. സാമൂഹ്യ രംഗത്ത് പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ സിനിമയ്ക്കും നാടകത്തിനും കഴിഞ്ഞിട്ടുണ്ടോ? ജനങ്ങളെ മാറ്റിത്തീർക്കാൻ, അവരുടെ മനസ്സ് മാറ്റിത്തീർക്കാൻ, അവരിൽ പുതിയ ധാരണകൾ ഉണ്ടാക്കാൻ, അവർക്ക് പുതിയ അറിവ് നേടിക്കൊടുക്കാൻ കലയോളം പറ്റിയ മറ്റൊരു മാധ്യമവുമില്ല. അതിന് പ്രത്യക്ഷമായ ഉദാഹരണങ്ങൾ എനിക്കുണ്ട്. എല്ലാം ഒന്നും പറയാനില്ല, എങ്കിലും 2 കാര്യം ഞാൻ പറയാം. ഒന്ന്, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം കുടികിടപ്പ് അവകാശത്തിനും പാട്ടക്കാരൻ്റെ അവകാശത്തിനും സാധാരണ കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും അവർക്കെതിരെയുള്ള ജന്മികളുടെ വൃത്തികേടുകൾക്കും ഒക്കെ എതിരെയായിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ ഒരു കലയ്ക്ക് ജനങ്ങളിൽ എന്തു മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണത്. മറ്റൊന്ന് ഞാൻ പറയാം. അശ്വമേധം എന്നതിൻ്റെ ഒരു നാടകമുണ്ട്. ഈ അശ്വമേധം നാടകം ഈ കുഷ്ഠരോഗത്തിന് അനുകൂലമായ, കുഷ്ഠരോഗത്തെ വെറുക്കുന്നതിനെ പരിഹസിക്കുന്ന ഒരു നാടകമാണ്. അപ്പോൾ കുഷ്ഠരോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്നതാണെന്നും കുഷ്ഠരോഗി വെറുക്കപ്പെടേണ്ടവനല്ലെന്നും വരുത്തുകയാണ് ആ നാടകത്തിലൂടെ ചെയ്തത്. ആ നാടകം പുറത്തു വരുന്നതിന് മുമ്പ് വരെ ഒരു കുഷ്ഠരോഗി ചായക്കടയുടെ മുമ്പിൽ ചെന്നാൽ അവൻ്റെ മുഖത്ത് തിളച്ച വെള്ളം ഒഴിക്കുമായിരുന്നു. ഒരു കുഷ്ഠരോഗി വീട്ടിന് മുമ്പിൽ കൂടെ വന്നാൽ ആളുകൾ കണ്ണടച്ച് കളയുമായിരുന്നു. അത്രത്തോളമായിരുന്നു. കാരണം ഇത് പടർന്നു പിടിക്കുന്ന രോഗമാണെന്നാണ് ധാരണ. പക്ഷേ സയൻസ് പറയുന്നു, ശാസ്ത്രം പറയുന്നു, മെഡിക്കൽ സയൻസ് പറയുന്നു ഇത് മറ്റു രോഗങ്ങളെ പോലെ പകരുന്ന രോഗമല്ലായിരുന്നു. അത് സ്ഥാപിക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ആ നാടകം വന്നതിന് ശേഷം കുഷ്ഠരോഗികളോടുള്ള സമീപനത്തിൽ കേരളത്തിൽ വമ്പിച്ചൊരു പരിവർത്തനം വന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആൾ ഇന്ത്യ മെഡിക്കൽ ജേർണലും ആൾ ഇന്ത്യ ലെപ്രസി ബോർഡും ഈ നാടകം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്ത്യയിലെ പല ഭാഷകളിലേക്കും കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അവർ ഈ നാടകത്തെപ്പറ്റി വളരെ പ്രകീർത്തിച്ച് അവരുടെ പത്രങ്ങളിലൊക്കെ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കലയ്ക്ക് ജനങ്ങളുടെ മനസ്സിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനോ ഒരു ലേഖനത്തിനോ ചെലുത്താൻ കഴിയുകയില്ല. നമ്മുടെ സിനിമയുടെ പോക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? വെറും വിനോദത്തിന് വേണ്ടിയിട്ട് നാടകം കാണാൻ പോകുന്നവരും സിനിമ കാണുന്നവരുമായിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ ആ നിലയിൽ തന്നെ പ്രോത്സാഹിപ്പിച്ച് വളർത്താനും അത് മുതലാക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുന്ന നാടക സമിതികളുമുണ്ട്, പ്രൊഡ്യൂസേഴ്സുമുണ്ട്. അവർക്ക് എങ്ങനെയും കാശുണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷെ ഞങ്ങളൊക്കെ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ പൈസ ഞങ്ങൾക്ക് പ്രശ്നമല്ലായിരുന്നു. നല്ല കലാസൃഷ്ടി, ജനങ്ങളിൽ നല്ല ആശയം പകർന്നു കൊടുക്കത്തക്ക ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങിയിട്ടുള്ള എൻ്റെ നാടകങ്ങൾ, PJ ആൻ്റണിയുടെ നാടകങ്ങൾ, എസൽപുരത്തിൻ്റെ നാടകങ്ങൾ, NN പിള്ളയുടെ നാടകങ്ങൾ, ഈ നാടകങ്ങളെല്ലാം പരിശോധിച്ചാൽ ഇതൊരു ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടി എഴുതിയിട്ടുള്ള നാടകമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. പക്ഷേ ഇന്ന് ഉത്സവപ്പറമ്പുകളിൽ മറ്റും അവതരിപ്പിക്കപ്പെടുന്ന നാടകങ്ങൾ പലതും ആളുകളെ കുറേ എന്തെങ്കിലും പറഞ്ഞ് ചിരിപ്പിക്കുക,
കലയുടെ നല്ല അംശം പോലും പകർന്നു കൊടുക്കാതിരിക്കുക, കുറേ അശ്ലീല ചൊവയുള്ള വൃത്തികെട്ട ഡയലോഗ്സുകൾ പറയുക, പിന്നെ ലൈറ്റും പിന്നെ കടുത്ത മ്യൂസിക്കും കൊണ്ടുള്ള ചില സംഭ്രമങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതിലേക്ക് അത് അധപ്പതിച്ചിരിക്കുന്നു. സിനിമ വളരെ മുമ്പ് തന്നെ ആ രംഗത്തേക്ക് പോയി കഴിഞ്ഞു. എന്നാൽ ആദ്യമായി നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, മലയാളത്തിൽ ആദ്യം നല്ല സിനിമകളുണ്ടായി തുടങ്ങിയത് ന്യൂസ് പേപ്പർ ബോയ് തുടങ്ങിയ പടങ്ങളിലൂടെയാണ്. അത് ഇന്നും നല്ല പടങ്ങളായിട്ട് നിലനിൽക്കുന്നു. ഗുരുതരമായ ഒരു മാറ്റം സിനിമയുടെ രംഗത്ത് വരുത്തിയത്, കഥയിലൂടെയും അവതരണ സ്റ്റൈലിലൂടെയും വരുത്തിയത് പി ഭാസ്കരനും രാമുക്കാരിയായിട്ടും കൂടാണ്. നീലക്കുയിൽ. അതിൻ്റെ ചുവട് പിടിച്ചാണ് പിന്നീട് പലരും എൻ്റേതുൾപ്പെടെ പ്രശസ്തമായ നാടകങ്ങളും പ്രശസ്തമായ നോവലുകളും ഒക്കെ എടുത്ത് കഥയ്ക്കും പ്രമേയത്തിനും അതിൻ്റെ പ്രചരണ സംവിധാനത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒട്ടേറെ സിനിമകൾ വന്നത്. അത് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. തകഴിയുടെ മിക്കവാറും ഒട്ടല്ലാ നോവലുകളും സിനിമയായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഞാൻ എഴുതുകയും സത്യൻ ഏറ്റവും ഒടുവിൽ അഭിനയിക്കുകയും ചെയ്തത് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് പോയി. ഒരു സിനിമയെന്ന് പറഞ്ഞാൽ അത് കുറേ ഗ്ലാമർ വേഷക്കാരെ അണിനിരത്തുക എന്നുള്ളതിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. എനിക്ക് കള്ളം പറയണോ? ശോശാമ പിള്ളേരോട് പറഞ്ഞയച്ചതാ. കർത്താവേ, അവൾ എന്റെ പുരക്ക് തീ വയ്ക്കുമോ എന്നാണ് എന്റെ ഭയം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ അവളോട് പറയാം. തനിക്ക് എന്തിനോടോ ആ ഭ്രാന്തിയെ? ആ പെൺകുഞ്ഞിനെ എനിക്ക് കിട്ടാൻ വേണ്ടി ആ സ്ത്രീ കൂടി സംരക്ഷിക്കേണ്ടി വന്നിരിക്കുന്നു. പെൺകുഞ്ഞ്? അത് തെണ്ടിപ്പെണ്ണല്ലേടോ? നീയെല്ലാം വലിയ മാന്യന്മാരല്ലേ? എന്റെ ഭാര്യയും കുഞ്ഞും മരിച്ച ശേഷം നീയെല്ലാം എന്നെ ഒറ്റപ്പെടുത്തിയില്ലേ? ഞാൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിൽ നീയൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടോ? എടാ, നിന്റെ എല്ലാം കുഞ്ഞുങ്ങളെ ഒന്ന് തൊടാനോ സംസാരിക്കാനോ എന്നെ അനുഭവിച്ചിട്ടുണ്ടോടാ? എടാ, സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയമുള്ളവരാണ് ഞാൻ. എന്റെ ഭാര്യയും കുഞ്ഞും മരിച്ച ശേഷം ആ തെണ്ടിക്കുഞ്ഞു മാത്രമേ എന്നോട് സ്നേഹം കാണിക്കൂ. അവർക്ക് വേണ്ടി ഞാൻ എന്ത് കഷ്ടപ്പാടും സഹിക്കുവിടാ. എനിക്ക് അമ്മ അങ്ങ് പേടിയാ. ഓ, അതൊന്നും സാരമില്ല മോളെ. അമ്മ എല്ലാരോടും വഴക്കിടും. അതൊക്കെ അങ്ങ് മാറിക്കോളും. ആ മോളെ ഞാൻ ഇനിയും പള്ളിക്കൂടത്തിലാക്കും. മോള് പഠിച്ച് പഠിച്ച് അങ്ങനെ ഒരു വലിയ ബിയക്കാരിയാകും. മൊത്തത്തിൽ താരങ്ങളെ വെച്ച് ഒരു ഗ്ലാമർ ഉണ്ടാക്കി അവർക്ക് പറ്റിയ വിധത്തിലുള്ള അശ്ലീല ചൊവ്വയുള്ള കുറേ പ്രേമരംഗങ്ങളുണ്ടാക്കി, കുറേ സ്റ്റണ്ടുണ്ടാക്കി, കുറേ നൃത്തങ്ങൾ കയറ്റി, ഇങ്ങനെയൊക്കെ ഒരുമാതിരി വിൽപ്പന ചരക്കാക്കുന്ന രീതിയിലേക്ക് സിനിമ ഇന്ന് മൊത്തത്തിൽ അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് വ്യത്യാസമില്ല എന്നല്ല ഞാൻ പറയുന്നത്. നിശ്ചയമായും അടൂർ ഗോപാലകൃഷ്ണനും പിന്നെ മറ്റും വ്യക്തമായ ഉദാഹരണങ്ങളാണ്. അവരിപ്പോഴും താരങ്ങളുടെ പുറകിന് പോകുന്നവരല്ല. അന്തരിച്ചു പോയ ജോൺ അബ്രഹാം, അങ്ങനെ കുറേ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്. എന്തും കണ്ടും ചിരിച്ചാൽ മതി എന്ന് പറഞ്ഞവർ, എന്തും കണ്ടും ചില വൃത്തികെട്ട വികാരങ്ങൾ ഉണർത്തിയാൽ മതിയെന്ന് പറയുന്നവരും ആയ കാണികളിൽ നിന്ന് നിലവാരമുള്ള, കലാമൂല്യമുള്ള, ആശയസമ്പുഷ്ടമായ കഥകളും നാടകങ്ങളും സിനിമകളും കാണുന്നതിലേക്ക് നമ്മുടെ ജനതയെ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. ഇതിങ്ങനെ വളർത്തിയെടുക്കാൻ ഒരിക്കലും ബിസിനസ്സുകാരായ പ്രൊഡ്യൂസേഴ്സ് തയ്യാറാവുകയില്ല. അവിടെയാണ് ഞാൻ നമ്മുടെ ഫൈൻ ആർട്ട് സൊസൈറ്റികളുടെ ഒക്കെ പ്രാധാന്യം കാണുന്നത്. നിശ്ചയമായും KSFDCക്കും നല്ല സിനിമ ഉണ്ടാക്കുന്നതിന് വളരെയധികം പ്രോത്സാഹനം നൽകാൻ കഴിയും. KSFDCയും നമ്മുടെ ഫൈൻ ആർട്ട് സൊസൈറ്റികളും കലയോടാഭിമുഖ്യമുള്ള അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ
സംവിധായകരും എല്ലാം കൂടി ശ്രമിച്ചാൽ ആസന്നമായ ഭാവിയിൽ തന്നെ സിനിമയിലൊരു വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നാടകരംഗത്ത് ഈ മാറ്റത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നവരായി ഞങ്ങൾ ചിലരൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഞാനും KPSC. ഇതൊക്കെയാണ് എന്റെ ആനന്ദം. ഈ കാണുന്നതെല്ലാം തന്നെ എന്റെ ആനന്ദമാണ്. ഈ കൊച്ചു വീടും ഞങ്ങളുടെ പറമ്പിൽ കാണുന്ന കൃഷികളും തുറന്ന ആകാശവും അയൽവക്കക്കാരുടെ തുറന്ന ഹൃദയവും എല്ലാം എന്റെ ആനന്ദമാണ്. എന്റെ അച്ഛൻ വെള്ളിക്കരണ്ടിയിൽ ഭക്ഷണം തന്നാണ് എന്നെ വളർത്തിയത്. ആ വില കൂടിയ ഭക്ഷണം വില കൂടിയ മേശപ്പുറത്ത് വലിച്ചെറിഞ്ഞിട്ടുള്ളവളാണ് ഞാൻ. ഇന്ന് ഒരു ചോറ് തവി പറ്റി താഴെ വീഴാൻ പോലും ഞാൻ സമ്മതിക്കില്ല. ആഹാരത്തിന്റെ വില എനിക്കിപ്പോഴറിയാം, സ്വാദെനിക്കറിയാം. ഭക്ഷണത്തിന്റെ രുചി അറിയുന്നത് നാക്കുകൊണ്ട് മാത്രമല്ല, ഹൃദയം കൊണ്ടുകൂടിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ പണം വിറ്റ് നടക്കുന്ന ഭർത്താവുമായിട്ടുള്ള ജീവിതം പരമാനന്ദമാണ്. നീ പറയുന്നത് ഞാൻ വിശ്വസിച്ചുകൊള്ളണമെന്ന് ധാരണയുണ്ട്.